വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ രണ്ടാമത്തെ കുറ്റപത്രം ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫ്, ഭാര്യ ഷാഹിദ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കുറ്റപത്രം. MG പ്രതീഷ് വിവരങ്ങളുമായി ചേർന്ന്. പ്രതീക്ഷ, അതിവേഗം ആ കുറ്റപത്രങ്ങളിലേക്ക് പോകും, നല്ല കാര്യം. പക്ഷേ ആർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്? അയാളുടെ ആരോഗ്യനില അത്ര ഗുണകരമല്ല. അഫ്വാന്റെ അവസ്ഥ എന്താണ് പ്രതീഷ്? ഹാഷ്മി, നേരത്തെ തന്നെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട ഈ പിതൃമാതാവിനെ കൊന്ന കേസിൽ കുറ്റപത്രം നേരത്തെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ കേസിലാണ് രണ്ടാമത്തെ കുറ്റപത്രവും സമർപ്പിക്കുന്നത്. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ് ഒപ്പം ഭാര്യ ഷാഹിദ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഈ കേസിൽ കിളിമാനൂർ SH ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഈ ഉദ്യോഗസ്ഥനാണ് ഇന്ന് ഉച്ചയോടുകൂടി നെടുമങ്ങാട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. നേരത്തെ ഈ 2 കൊലപാതകത്തിലേക്കും നയിച്ചത് അഫാന് ഇവരോടുള്ള വ്യക്തിവിരോധമാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അന്ന് ഈ പോലീസിനോട് അഫാൻ നൽകിയ മൊഴിയും അത്തരത്തിലായിരുന്നു. കാരണം ഈ കടബാധ്യത ഉണ്ടായിട്ടും ഈ പിതൃ സഹോദരനോ ഭാര്യയോ ഒന്നും തന്നെ സഹായിച്ചില്ല, തങ്ങളെ കുറ്റപ്പെടുത്തി എന്നുള്ള മൊഴിയായിരുന്നു അഫാൻ നൽകിയത്. ഇതടക്കം ഈ കുറ്റപത്രത്തിൽ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ പ്രതിയായ അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. നിലവിൽ ഇപ്പോഴും അഫാന്റെ സ്ഥിതി അതീവ ഗുരുതരമാണ് എന്നതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിരിക്കുന്ന കാര്യം. വെന്റിലേറ്ററിലാണ് അഫാൻ തുടരുന്നത്. ഈ അഫാന്റെ തലയ്ക്ക് വലിയ തരത്തിൽ ക്ഷതമേറ്റിട്ടുണ്ട്. തലയിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞതാണ് ഈ ക്ഷതത്തിന്റെ ആഘാതം കൂട്ടാനുള്ള കാരണമായി മെഡിക്കൽ വിദഗ്ധർ പറയുന്നത്. ഈ ഇടവിട്ടുള്ള സ്കാനിംഗ് ഉൾപ്പെടെ ഈ അഫാന നടത്തുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ജീവൻ തിരിച്ചു കിട്ടിയാലും സാധാരണ നിലയിലേക്ക് എത്തുക പ്രയാസമാണ് എന്നതാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. എന്തായാലും വിശദമായ പരിശോധന ഈ ഘട്ടത്തിലും അഫാന നടത്തുന്നുണ്ട്. ഓക്കെ, MG പ്രതീക്ഷയാണ് കുറ്റപത്രത്തിൻ്റെയും അഫാന്റെ ആരോഗ്യനിലയെ പറ്റിയും കാര്യങ്ങൾ പറഞ്ഞത്. അതുതന്നെയാണ് അഫാൻ ആത്മഹത്യാ ശ്രമത്തിൽ അഫാൻ പരാജയപ്പെട്ടെങ്കിലും ജീവിതത്തിലേക്ക് പൂർണ്ണാർത്ഥത്തിൽ എങ്ങനെയാണോ ആത്മഹത്യാ ശ്രമത്തിലേക്ക് പോയ അഫാൻ അതേപോലെ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ കിട്ടില്ല. അത് ഏതൊക്കെ അവസ്ഥയിൽ, കോമ എന്ന അവസ്ഥയിൽ പോകുമോ അതോ പെർമനൻ്റായ തകരാറുകൾ എന്തൊക്കെ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിലെ അറിയൂ. തലച്ചോറിലേക്കുള്ള ഓക്സിജൻ വല്ലാതെ കുറയുന്നു എന്നതാണ് അഫാൻ നേരിടുന്ന പ്രശ്നം.